എന്താ പറയാ സ്കൂൾ പാക്കിംഗ് ആണ് ഗൈസ്. ജൂൺ 3 ഗൈസ്. തുറക്കാൻ ഒരു ദിവസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം ഗൈസ്. അങ്ങനെ നമുക്ക് പാക്ക് ചെയ്താലോടാ. അപ്പൊ നമ്മൾ എന്റെ ബാഗ് കളക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഗൈസ്, പക്ഷെ അത് താഴെയാണ് ഗൈസ്. അപ്പൊ ഞാന് ഇത് എന്റെ 6th ബാഗാണ് കേട്ടോ. 6th ബാഗാണ്. ഫസ്റ്റ് ബാഗ് ഇതായിരുന്നു എന്റെ. പിന്നെ മാറ്റി ഇതാക്കി ഗൈസ്. ഇത് ടീക്കുട്ടിയുടെ ഒരു ബാഗ് കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മള് പുതിയ ബാഗ് എവിടെയാണ് എജുമാർട്ടിന്ന് വാങ്ങിയത്? ഞാൻ പർപ്പിളാണ് ഗൈസ്. കാരണം ഞാൻ എപ്പോഴും പിങ്ക് ഗൈസ്, 2 പിങ്ക്, ഒരു ബ്ലൂ ഗൈസ്, ഒരു പർപ്പിളും കൂടെ ആഡ് ചെയ്ത്. അപ്പോ ഗൈസ് നമുക്ക് ആദ്യം ബാഗ് എടുത്തിട്ട് നമുക്കെല്ലാം പാക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ഈ ബാഗും കൂടെ എനിക്ക് വേണം. കാരണം എനിക്ക് എക്സാമിനൊക്കെ റൈറ്റിംഗ് പാഡ് ഒക്കെ വെച്ചിട്ട് പോവാം. ഹാഫ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇത്രയും വലിയ ബാഗ് കൊണ്ടുപോകില്ല. അതിനെക്കാട്ടി ചെറുതാണ് ഗൈസ് ഞാൻ ഈ പിങ്ക് ബാഗ്. അപ്പൊ ഞാൻ അതും കൊണ്ടുപോകും. എന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാം. ഞാനിവിടെ കുറെ സാധനം വെച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്കൊരു സാധനം എടുക്കണമെന്നുണ്ടാവും ഗൈസ്, പക്ഷെ ഞാൻ മറന്നു പോയത് ഗൈസ്. എന്നെയും കൂടെ ഈ റൂമിലോട്ട് അങ്ങനെ കയറ്റാറില്ല കേട്ടോ ടീക്കുട്ടി. എല്ലാം പ്രോപ്പർ ആയിട്ട് ഓൾറെഡി ഞാൻ ട്യൂഷൻ റൂം കാണിച്ചിട്ടുണ്ട്. മൊത്തം എനിക്ക് ബോക്സ് 17 ബോക്സസ് ആണ് കേട്ടോ ടോട്ടൽ. 17 അല്ല 18 ബോക്സസ് ആണ്. 18 ബോക്സസ് ആണ്. എല്ലാം വാങ്ങിയതെല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലല്ല. അന്ന് നമ്മൾ മൂവിയിൽ ആഡ് ഫിലിം ഇത് കാണാൻ പോയപ്പോൾ ആ പുഴയിൽ ഇറങ്ങിയെടുത്ത അതാണോ? ടീക്കുട്ടിയുടെ കയ്യിൽ എന്തെല്ലാം യൂസ് ചെയ്ത് എല്ലാം ഇങ്ങനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഡാഡിയെ പോലെയല്ല, നിമിഷാൻ്റെ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. വളരെ വീക്കാണ്. എവിടെ പോയാലും ടിഷ്യൂ, ഇതുപോലത്തെ ടിഷ്യൂ ഇല്ല സോറി ടിഷ്യൂ കളക്ഷൻസ്, ഇത്രയും ടിഷ്യൂ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്ത് സെയിം കാണുമ്പോൾ വാങ്ങുന്നതാട്ടോ. അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ ഓരോരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അതെ, അന്ന് ഇത് കണ്ട സാധനങ്ങളാണ്. ദേ ജാതിക്കുണ്ട്. ഇത് അപ്പപ്പൻ്റെ അവിടെ നിന്ന് ആ ഒരു മെമ്മറിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പം ഇങ്ങനെ സാധനങ്ങളൊന്നും കളയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാനും ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അദ്ദിക്കുട്ടൻ അങ്ങനെയല്ല, അത്യാവശ്യം കളയുന്ന കൂട്ടത്തിലാണ്. ഇങ്ങോട്ട് അദ്ദിക്കുട്ട സ്കൂള് തുറക്കാനായി. അദ്ദിക്കുട്ടൻ എന്താ പറയുക, ഷോപ്പിംഗ് ചെയ്യുന്ന പോലെയാണ് ഈ റൂമിലോട്ട് വരിക അല്ലേടാ. ഓക്കെ, ഷോപ്പിംഗ് മോഡലാണ്. കൂടുതൽ ബോക്സസ് അല്ലടാ. പിന്നെ ടോട്ടൽ എനിക്ക് 2 ബോക്സും കൂടി ഉണ്ട്. അത് പഴയ ബോക്സ് ആണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. ബോക്സും കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 36 ബോക്സസ്. ഒന്ന് മെല്ലെ സംസാരിക്കും എന്റെ മോളെ. ഇത് എവിടെന്നാ ഇങ്ങനെ സംസാരിച്ച് പോകുന്നേ? ഓക്കെ, ഒരു 20 റുപ്പീസിന്റെ ബോക്സ് ആയിരിക്കും അല്ലേ? 25. ഇതാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ബോക്സ്. ഇതാണ് അല്ലേ ഏറ്റവും കൂടിയ 800 റുപ്പീസിന്റെ അല്ല 900 റുപ്പീസ്, 800 900 റുപ്പീസിന്റെ ഒരു ബോക്സ് ആണിത്. നമ്മളിത് സോളാർ കാൽക്കുലേറ്റർ ആണ്. ഒരു മിറർ ഉണ്ട്. ഇതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള 900 ആ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ ഇതും ആ ഒരു 800 ആ റേഞ്ച് വരുന്ന ഒരു ബോക്സ് ആട്ടോ. അതെന്താ പിന്നെ അതുപോലെ തന്നെ ആ യൂണിക്കോണിന്റെ ഇതും ഇതും ആ ഒരു റേഞ്ച് വരുന്ന കേട്ടോ. പൗച്ചിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാം എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ ഈ വാങ്ങിയതടക്കം ഇതൊരു 400 ആ റേഞ്ച് വരും. അത് എപ്പോ വാങ്ങിയതാടാ? ഇത് എപ്പോ വാങ്ങിയടാ? മമ്മയ്ക്ക് ഓർമ്മയില്ലടാ. നമുക്ക് അദ്ദിക്കുട്ടിന് പിന്നെ ഏത് ഓർമ്മയില്ല ഗൈസ്. എന്ത് വിചാരിച്ചാൽ എന്താ ടിയാ? എപ്പോഴും ഞാൻ പറയട്ടെ, എപ്പോഴും കുഞ്ഞു കുട്ടിയായിട്ട് ഇരിക്കുക, ചെറിയ മൈൻഡിൽ ഇരിക്കുക, എൻജോയ് ചെയ്യുക. മനസ്സിലാണ്ടോ? വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഓക്കേടാ? ഓക്കെ. ബാക്ക് പാക്കിംഗ്. ഓക്കെ ഓക്കെ, എവിടെ വെക്കുന്നേ? ഓക്കെ, ആദ്യം ഇതിന്റെ ഉള്ളിൽ വെക്കേണ്ട പെൻസിലൊക്കെ ഞാനെല്ലാം റെഡി ആക്കട്ടെ. ഓക്കെ ഓക്കെ, പർപ്പിൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് പർപ്പിൾ കളർ അല്ലാത്തതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് എന്തായാലും ഇത് കൊണ്ടുപോകണ്ടോ സെക്കൻഡ്. ഓ, ദിസ് ഇസ് മമ്മാസ് ഫേവറേറ്റ്. ഇതിന്റെ റേറ്റ് 300 ഉള്ളൂ കേട്ടോ. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ടീക്കുട്ടിയുടെ ഫേവറേറ്റില് അദ്വിക്കിന്റെ ഫ്രണ്ട് വൈഷ്ണവ് വലിയ ഗിഫ്റ്റ് ആയിട്ട് തന്നാണ്. അത് പ്രോഫിറ്റ് ആയതുകൊണ്ട് ബർത്ത്ഡേ തന്നാട്ടോ. എനിക്ക് എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാതെ. ഓക്കെ, അപ്പൊ പൗച്ചിന്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ സംഭവങ്ങളാണ്? ഓക്കെ,
2 കൊടയുണ്ട്. ഓക്കെ, ടീക്കുട്ടിക്ക് ആ കളക്ഷൻ വളരെ കുറവാണ്. അതിൽ ആ മറ്റേ കൊട നമ്മൾ അതിക്കുട്ടിന് കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. അതിക്കുട്ടിന് വാങ്ങിയ കൊട പറ്റിയില്ല ഗൈസ്, പറ്റിയില്ല. എനിക്ക് പർപ്പിൾ കൊട ഇങ്ങനത്തെ ക്യൂട്ട് പർപ്പിൾ കൊട കിട്ടിയില്ല. ഓക്കെ, ബ്ലൂ ആണ് വിചാരിച്ചപ്പോ ഞാൻ ഈ ബ്ലൂ എടുത്തു എന്നല്ലോ ഗൈസ്. ഓക്കെ, നല്ല 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 ക്യൂട്ടാടാ. ഇല്ല കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ അങ്ങനെ 3 സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് എന്താ? പെന്നും കാര്യങ്ങളൊക്കെയാണോ മോനെ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ ബാഗിൽ ഞാൻ ടിഷ്യൂസ്, സോപ്സ് കേസ് ഞാൻ എപ്പോഴും സോപ്പ് യൂസ് ചെയ്യാറുണ്ട് സ്കൂളിലെ കേസ്. ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഞാൻ സാനിറ്റൈസറും യൂസ് ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അത്ര കൊണ്ടുപോകുന്നുണ്ട് കേസ്, വേറെ അത്ര കൊണ്ടുപോകുന്നില്ല. ഞാൻ ടിഷ്യൂ ഒന്നും വേണ്ട കേസ്. എന്താ ഞാൻ വേറെ സോപ്പ് മസ്റ്റ് ആണ് ടീക്കുട്ടി എപ്പോഴും. ടീക്കുട്ടിന്ന് മാത്രമല്ല എല്ലാ കുഞ്ഞുമക്കളും എന്തെങ്കിലും ഒരു സാനിറ്റൈസറോ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ കൈ മസ്റ്റായിട്ട് കഴുകണം മക്കളെ. അതും സാനിറ്റൈസർ ഇട്ടോ ഇല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ടിട്ടോ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ. സാനിറ്റൈസർ വേണ്ട, മോസ്റ്റ് പ്രോബബ്ലി ഹാൻഡ് വാഷ് ഉണ്ടാവും. അപ്പം അത് ടീക്കുട്ടിയുടെ കയ്യിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ബാൻഡേജും ഒരു ടിഷ്യൂ എടുത്തോട്ടി, എന്തെങ്കിലും ടീയ ചെളിയൊക്കെ ആവോടാ പൊന്നാ. മഴക്കാലമല്ലേ, റെയിനി സീസൺ അല്ലേടാ, ഒരെണ്ണം എടുത്ത് ബാഗിൽ വെക്കും. നീ എപ്പോഴും ചെയ്യുന്നതാണല്ലോ. ഓക്കെ ഓക്കെ, അത് ക്ലോസ് ചെയ്തിട്ട് ടീക്കുട്ടിയുടെ ഫസ്റ്റ്. ഓക്കെ, മാച്ചില്ല, അതിന് സാരില്ല, പോട്ടെ. പർപ്പിൾ കളർ പിന്നെ നല്ല കളക്ഷൻ. ആകെ നിനക്കുള്ള പൗച്ചില് ഇതിലേതാ പർപ്പിൾ കളർ ഉള്ള? ഏതില്ല, ഇതിന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയതായിരുന്നു ഞാൻ. എന്റെ ഇത് വേണ്ടടാ, ഇത് ഓൾറെഡി കൊണ്ടുപോയതല്ലേ. എല്ലാം കൊണ്ടുപോയത്. എന്നാ ഇത് ബ്ലൂ കളർ, ഇത് സൂപ്പർ. ഇത് വേറെ ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് ഞാൻ എജുമാലിൽ 5th വാങ്ങിയതാണ്. 5th-ലോ? ഇത് ഈ സംഭവം കൊണ്ട് നമുക്ക് ബ്ലോഗ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, വേണ്ട, ടീച്ചർ ചിലപ്പോ ചീത്ത പറഞ്ഞാലോ. ഓക്കെ, ഇഷ്ടപ്പെടാത്ത പൗച്ച് ഇതാണ് എങ്കിലേ ഇതൊക്കെ നല്ല ക്യൂട്ടാണ്. മെർമെയ്ഡ് കാണുമ്പോൾ മെർമെയ്ഡിന്റെ ഫേസ് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. മമ്മ പക്ഷെ കൊണ്ടുപോകാറുണ്ടല്ലോ. ഓക്കെ, എപ്പോഴും കൊണ്ടുപോകുന്നത് ആകെ ഈ പൗച്ചാണ്. ഏതാ? എപ്പോഴും കൊണ്ടുപോകുന്നത് ഇത് ലാസ്റ്റ് ഇയർ കൊണ്ടുപോയതല്ലേ? ഈ ട്രാൻസ്പാരന്റ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം കേട്ടോ. യൂണിക്കോണ്ട് നല്ല രസമുണ്ട്. ഇതും കൊണ്ടുപോടാ, അത് നന്നായിട്ട് കേട്ടോ. യൂണിക്കോണ്ട് വാട്ടറി പൗച്ച് ഫസ്റ്റ് കൊണ്ടുപോയതാട്ടോ. ഗുഡ്. ഇതാണ് സ്റ്റാർട്ടിംഗ് ബോക്സ്. എന്റെ ഫസ്റ്റ് 5th ബോക്സ് ആയിരുന്നു ഇത്. ഇതാണ് 5th ബോക്സ്. ഇതെന്താടാ, ഫ്ലമിംഗോ ബോക്സോ? എന്നിട്ടാണ് ഈ ഫസ്റ്റ് ബോക്സ് കൊണ്ടാണ് എന്റെ കളക്ഷൻ തുടങ്ങിയത്. ഓക്കെ, ശരി. ലേറ്റസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. അത് അടിപൊളി ബോക്സാ. പെൻസിൽ പോയിട്ട് ഒരു 2 പെൻ ഉണ്ട്. ഓക്കെ, പെൻസിൽ സെക്ഷനിലോട്ട് പോവാം. പർപ്പിൾ നോക്കാട്ടോ. ഓക്കെ, പർപ്പിൾ ആണ്. ഇത് നല്ല ക്യൂട്ടാ ഗൈസ്. പക്ഷെ ഇത് ബ്ലാക്ക് പെൻ ആയതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പർപ്പിൾ പെൻ എടുക്കും, ഒരു 3 പർപ്പിൾ പെൻ എടുക്കും. ഓക്കെ, ഇത് നല്ല പെന്നാട്ടോ ഗൈസ്. ഞാൻ എക്സാംസ് ഇതാണ് യൂസ് ചെയ്യുന്നത്. നല്ല പെന്നാണ്. ഇത് ഫ്ലെയർ ആണ് ഗൈസ്. ഫ്ലെയറിന്റെ ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു പർപ്പിൾ. ദുബായിന്റെ പെൻ എടുക്കണ്ടി, അത് പിങ്ക് ആടാ. ആ ഗൈസ്, പിങ്ക് ആണ്. വേറെ ഏതാ പർപ്പിൾ ഉള്ളേ? ഇത് എടുത്താലോ? ഇത് നല്ല ക്യൂട്ട്. 2 എടുത്തോ. എന്നാ പിന്നെ അത് 2 എടുത്തോ. അപ്പൊ ഞാൻ ഈ 2 പെൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 2 മതിയടാ? 2 മതി. ഓക്കെ, പെൻസിൽ ഞാൻ അതിക്കുട്ടൻ്റെ ഒരെണ്ണം തരാം. നല്ല പെൻസിൽ അത്തി. കുട്ടിക്ക് പിന്നെ കളക്ഷൻസ് കുറവായതുകൊണ്ട് ഗൈസ്. പെൻസിലില് പർപ്പിൾ ഉണ്ടോ നോക്കിയേ. സ്മെല്ല് നോക്കണം ഗൈസ്. ഓ മൈ ഗോഡ്, ഇത് എവിടെ നിന്നാന്ന് വല്ല ഓർമ്മയുണ്ടോടാ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എജുമായിട്ടൊന്നും ഓക്കെ ഗൈസ്. ഓക്കെ, ഇറേസറും ഷാർപ്നറും ആണ് കേട്ടോ. ഇത് നമ്മുടെ ഇലക്ട്രിക് ഇതാണ്. ഇനി എറേസർ ഉണ്ടോ നോക്കൂ. ഓക്കെ, ഇതിൽ മുഴുവൻ ഞാൻ കാണിച്ചു തരാം. ടീക്കുട്ടി അത് സെലക്ട് ചെയ്യുമ്പോഴേക്കും ഞാനിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതിൽ മുഴുവൻ ടീക്കുട്ടിയുടെ പ്രഷ്യസ് കളക്ഷൻ ആണ് കേട്ടോ. എൻ്റെ വീഡിയോ എടുക്കാൻ മാത്രമേ ഈ റൂമിലോട്ട് ടീക്കുട്ടി കടത്തൂ. കാരണം ഇതിലെല്ലാം പ്രഷ്യസ് ആണ് ടീക്കുട്ടിയുടെ. ഇതൊക്കെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇപ്പോൾ മാത്രമേ എനിക്ക് തൊടാൻ സമ്മതിക്കുള്ളൂ കേട്ടോ ഗൈസ്. എല്ലാം നല്ല നല്ല ക്യൂട്ട് കളക്ഷൻസാ. ഏതാടാ? ഡൗട്ട് ഉണ്ട്, ഇത് വേണോ ഇത് വേണോ? പർപ്പിൾ. ഇത് ദിസ് വൺ, ഫസ്റ്റ് വൺ. ഇല്ല, ഇത് എടുക്കാം. കാരണം എടാ അതില് ബ്ലൂ അല്ലേ? ഇതില് കട്ടർ മാത്രമേ ഉള്ളൂ ഗൈസ്. അത് പറ്റില്ല. എനിക്ക് റബ്ബറും കട്ടറും കൂടെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ പർപ്പിൾ ആണല്ലോ, റബ്ബറിന്റെ. ഓക്കെ, ഇങ്ങനെ തുറക്കണത് വേണം. കാരണം ഇങ്ങനെ തുറക്കണമെന്നില്ലെങ്കിൽ ഡസ്റ്റ് ഉണ്ടാവുമല്ലോ. അതൊക്കെ പൗച്ചിൽ വന്ന് കറുപ്പ് കളറാക്കും. ഓക്കെ, ഫൈൻ. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് എന്താ മോളെ?
അടുത്തത് എന്താണ് കുഞ്ഞിന്റെ ബോക്സിൽ വെക്കുന്നത്? ഞങ്ങൾ മഴ വന്നപ്പോൾ മഴയത്ത് പോയി കളിച്ചിട്ട് വന്നതാണ് കേട്ടോ ഗൈസ്. അതാണ് ടീക്കുട്ടിയുടെ ഡ്രസ്സിൽ മുഴുവൻ ഇങ്ങനെ ആയത്. അടുത്തത് സ്കെയിൽ കളക്ഷൻ. ഓ, സ്കെയിൽ വളരെ പുവർ കളക്ഷൻ ആണല്ലോ ടിയ. അത്ര കളക്ഷൻ ഇല്ല, ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, തുടങ്ങുന്നേ ഉള്ളൂ ഗൈസ്. സ്കെയിൽ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇതെന്താണോ നന്നായിട്ടുണ്ടല്ലോടാ, നല്ല സ്കെയിലാണ്. ഇത് ലൈക്ക് പർപ്പിൾ പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ സ്കെയിലാണ്. ഓക്കെ, അത് ഇതിൽ വെച്ചു. ടിയ വേണ്ട ടിയ, നമുക്ക് മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ നേരെ. ഫസ്റ്റ് ഡേ അല്ലേ ഗൈസ്, നമുക്ക് സഹിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ നമ്മളെല്ലാം റെഡി ആയി. നെക്സ്റ്റ് നമുക്കൊരു വൈറ്റ്നർ യൂസ് ചെയ്യണം. ഓക്കെ, ടീക്കുട്ടിക്ക് വൈറ്റ്നർ പിന്നെ ഒരുപാട് ഉണ്ടല്ലോ, കളക്ഷൻസ് ഉണ്ടല്ലോ. വൈറ്റ്നർ ഗൈസ് എനിക്ക് പർപ്പിൾ ഇല്ല, അതുകൊണ്ട് ഞാൻ പിങ്ക് എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, പിങ്ക് കളറിലുള്ള. ഓക്കെ, ഒരു പർപ്പിൾ കളർ ഇതാണ് കേട്ടോ. അത് നമ്മൾ പർപ്പിൾ പെൻ അതും എടുത്തോ, ഇരുന്നോട്ടെ. ആ, ഇരിക്കട്ടെടാ. ഗൈസ്, നമ്മുടെ മാർഷ്മെല്ലോ റബ്ബർ. ഓ മൈ ഗോഡ്, ക്യൂട്ട് ആയിരുന്നല്ലേ. ഞാനൊന്ന് ഷാർപ്പൻ ചെയ്യട്ടെ കേട്ടോ ഗൈസ്. ഏതാ? ഓക്കെ, ഞാനില്ല ഒരു പെൻസിൽ ക്യാപ്പ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഏതാ? ടീക്കുട്ടി ഇങ്ങനെ സീനറി ഒക്കെ കണ്ടിട്ടാണ് നമ്മുടെ ട്യൂഷൻ ടീച്ചറും ഒക്കെ പഠിപ്പിക്കുന്നത്. അതേ അമ്മൂടെ വീട്. ടീക്കുട്ടി ഷാർപ്പിംഗ് ഒക്കെ ചെയ്ത്. പിന്നെ വേറെ ഏതാ? സ്റ്റിക്കർ കളക്ഷൻസ്, അതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇത് പുതിയ പുതിയ സ്റ്റിക്കർ കളക്ഷനാണ്. നമ്മളുടെ സ്റ്റോറേജ് ബോക്സ് ഇത്രയും പെൻഡിങ് ആണ് കേട്ടോ. ഇതിലും കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. ദേ ടീക്കുട്ടിയുടെ വേറെ ഇതുണ്ടോ, എന്തല്ലോ കണ്ടോ, നിമിഷാൻ്റെ അങ്ങോട്ട് വരിക. ശരി, ഒന്നും തൊട്ടിട്ടില്ല. ഓക്കെ, എന്താ എവിടെ നോക്കട്ടെ. ആവശ്യമില്ലാത്തത് എന്തിനാ വന്ന. ഓക്കെ, വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേടാ. അപ്സര എന്താ? അതെല്ലാവർക്കും അങ്ങനെയുള്ളതാടാ. അയ്യോ, എന്ത് ഭംഗിയുള്ള റബ്ബറൊക്കെയാ നോക്കി. ഒരു പിങ്ക് കളർ. ഇത് നോക്കിയ ഐസ്ക്രീമിന്റെ. ഓ, എനിക്കും ഭയങ്കര ഇഷ്ടാട്ടോ. എത്ര വലുതായാലും എനിക്ക് ഇതുപോലത്തെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതുപോലത്തെ അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. എന്തിനോടും ക്രേസാണ്, എനിക്ക് ഭയങ്കര ക്രേസാണ് എല്ലാ സംഭവങ്ങളോടും. എന്താ മോളെ തെരീണേ? എന്താ പറ്റിയേ? ഓ, ഇതിൽ നിന്നൊക്കെ ഒരു പെൻസിൽ ക്യാപ്പ് കിട്ടണമെങ്കിൽ നീ എന്തുമാത്രം അത് ചെയ്യണടാ. അത് പിന്നെ എപ്പോഴെങ്കിലും തപ്പെടുത്താൽ മതി, വിട്ടോ. ഗൈസ്, ഇനി ഇതാണ് പ്രശ്നം. ഇനി ആ സാധനം കിട്ടിയില്ലെങ്കിൽ തുടങ്ങും മൂഡ് ഓഫ്. ഇതെന്താടാ സാധനം? പർപ്പിൾ കളർ. എടാ, ഇത് നല്ല ബോക്സ് എടാ. ഇതിലാക്കി കീ ചെയിൻ ആണോ ഇതില്? ശരി, ഇട്ടില്ല. ഓക്കെ, ആലോചിച്ചിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോണേ? പർപ്പിൾ പെൻസിൽ എടുത്തിട്ടുണ്ട്. പോട്ടെ, സാരമില്ല. ടിയ മോളെ, ഞാനൊരു സജഷൻ പറയട്ടെ. A4 പേപ്പർ ഇങ്ങനെ. ഓക്കെ, ഫൈൻ, നിനക്ക് ആവശ്യമാണ്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചെയ്യണം. പക്ഷെ ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. വന്ന മമ്മ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പെൻ ടോപ്പ് ആക്കിയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് വീഡിയോ തുടർന്നും ഇങ്ങനെ ആൾട്ടർനേറ്റ് ഡേയ്സിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഉണ്ടാവും കേട്ടോ ടിയ, അല്ലേ? ഓക്കെ, എല്ലാം എടുത്തു. ഇനി എടുത്തു വെച്ചോ. ഓക്കെ, എല്ലാം എടുത്തടാ. എനിക്ക് അത്ര ആവശ്യം വരില്ല. ഓക്കെ, പ്രൈസ് ടാഗ് ഒക്കെ കളഞ്ഞേക്ക്. ഒരു ഉറുമ്പ് ചേട്ടൻ പോകും. സ്കെയിൽ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. എനിക്ക് വൈറ്റ്നർ ആവശ്യമില്ല. ആവശ്യമില്ലാത്തത് മാത്രം ഞാൻ വേറെ സൈഡിൽ വെക്കും. ആവശ്യമുള്ളത് വെക്കില്ല. ഗ്ലൂ കൂടെ എടുത്താണ്. ഗ്ലൂ കണ്ടിട്ട് ഞാൻ സ്കൂളിൽ ആ ഗ്ലൂ എടുത്തു. ഓക്കെ, അത് ഒരെണ്ണം വെച്ചു. റെഡിയാ? അപ്പൊ ഗൈസ്, നമ്മുടെ ദൈവമേ ടിയ, പെൻസിൽ ബോക്സും റെഡി ആയിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, ടിഷ്യൂ അതും റെഡി ആയിട്ടുണ്ട്. ഒരു അംബ്രല്ലയും റെഡി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞ് ഏത് ഇതിലാണ് വെക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ? ഇനി എന്താടാ? ഇനി എന്തിനാ മണി ബാഗ്? ഓക്കെ, ഒരു 10 rupees വന്നു വിടാം കേട്ടോ. ഓക്കെ, എന്റെ കോയിൻ കളക്ഷൻ എത്ര കോയിൻസ് ഉണ്ട്? ഓ,
എത്ര coins ഉള്ള guys? അതിനുള്ളിൽ മുഴുവൻ ചെളിയാണല്ലോ ഗൈസ്, മുഴുവൻ ചെളിയൊക്കെ പെട്ടിട്ട് വീടിരിക്കുകയാണല്ലോ. അത് പെൻസിൽ പൊടിയാണ് ഗൈസ് ഇതിന്റെ ഉള്ളിൽ മുഴുവൻ. അയ്യേ ഗൈസ്, ഇതാണ് നമ്മുടെ തായ്ലൻഡ് കോയിന്റെ 1 ബാത്ത് എന്ന് വരുന്നത് കേട്ടോ. ടീക്കുട്ടി അതെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. എടുത്തു വെച്ചു. ഓക്കെ ഫൈൻ. അങ്ങനെ ടീക്കുട്ടിയുടെ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ടിയാ? ഓ ഇനി ടീക്കുട്ടിയുടെ നമ്മുടെ ഹലോ കിറ്റിയുടെ ഇങ്ങോട്ട് നോക്കിയേ, അതിന്റെ ഉള്ളിൽ നിന്ന്. ഓക്കെ ഗൈസ്, ടീക്കുട്ടിയുടെ കളക്ഷൻ ഒരു 2000 ഉണ്ടാവോടാ? ഇല്ല 3000 ഉണ്ട്. എവിടെ? എന്റെ കൈനീട്ടം കിട്ടിയിട്ടില്ല. ഓക്കെ, ഡാഡിന്റെ കയ്യിലാട്ടോ കൈനീട്ടം. ഓക്കെ, ഞാനൊരു 20 റുപ്പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണ്? ഓ 10 എടുക്കാം. വെരി ഗുഡ്. കോയിൻസും വെച്ചിട്ടുണ്ട്. ഓക്കെ, കോയിൻസും ടീക്കുട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ടീക്കുട്ടി ബാഗിൽ ഇടാൻ പോകണം. ഇനി എന്താ നോക്കുന്നേ ടിയാ? ഇനി എന്താ സെർച്ച് ചെയ്യണേ? ടീക്കുട്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ എത്രമാത്രം നിർബന്ധിച്ചെന്നറിയോ ഗൈസ്? ടീക്കുട്ടിക്ക് അത് എന്തിനാണെന്നറിയോ ഈ വീഡിയോ എടുക്കാൻ ടീക്കുട്ടി ഇത്ര നിർബന്ധിക്കാൻ കാരണം? കുറച്ച് മാസം കഴിയുമ്പം ഈ സാധനങ്ങളെല്ലാം കാണാതെയാവും. അപ്പൊ എന്തൊക്കെ സാധനങ്ങളെന്ന് അറിയാൻ ഈ വീഡിയോ നോക്കിയാൽ മതി അല്ല ടിയാ? അതിന് മാത്രമല്ല എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ. അതെന്താടാ? ഒരു നോട്ട് പാഡോ? ഓക്കെ, എടുത്തോ. വെറുതെ അല്ല, അതെന്തെങ്കിലും ഒരു ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുവാണെങ്കിലോ എന്തെങ്കിലും എടുത്തോ. ഓക്കെ, ഇനി എല്ലാം അതിലിടാം. ഓ എനിക്ക് മതിയായി ഗൈസ്. ഓ ഓക്കെ, ഏത് എടമ്മ? അതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല പൊന്ന. അത് ചെറുത് ഏതെങ്കിലും. എൻ്റെ പൊന്ന് ടീമോളെ, അമ്മ സ്വത്തേ മതിയടാ. ഓ ടിയാ, നീ 2 months ഇനി കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ അമ്മയ്ക്ക് സങ്കടം വരില്ലടാ? എനിക്ക് സന്തോഷം. സന്തോഷം എന്താണെന്ന് വെച്ചാൽ കൊറിയർ എടുത്ത് കൊടുക്കേണ്ട ഗൈസ്. ഒരു ദിവസം നമുക്ക് അത്യാവശ്യം ഒരു 5-6 കൊറിയറെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് എടുത്തു തരുന്നതാണ് നമ്മുടെ ടീക്കുട്ടി. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ, ആദ്യം ഇത് അറേഞ്ച് ചെയ്യൂ, ഇത് വെക്കൂ. ഓക്കെ, ഫസ്റ്റ് സിബിൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ സിബിൽ ഓക്കെ ആയിട്ട് ഏതാ വെക്കുന്നത്? ലഞ്ച് ബോക്സിനുള്ള കീച്ചേരാട്ടോ ഗൈസ്. ഇത് ഞാൻ എടുത്ത് വെക്കാൻ വിചാരിച്ചു ഗൈസ്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, ഇതായിരിക്കും ഗൈസ്. ഈ സിബിലായിരിക്കും എനിക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ. അപ്പൊ വേണ്ടപ്പെട്ട സാധനം, വേണ്ടപ്പെടാത്ത സാധനങ്ങൾ. അപ്പൊ വേണ്ടപ്പെടാത്ത സാധനം ഇത്. ഓക്കെ, ഇത് കോയിൻ. ഓക്കെ, വേണ്ടപ്പെടാത്ത സിബാണ് ഈ ഓക്കെ എന്ന് പറയുന്നത്. ഓക്കെ, ടീക്കുട്ടിയുടെ കീച്ചെയിൻ എനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ. എന്നാ ഈ ബാർബിയുടെ ഓ മൈ ഗോഡ്, എനിക്ക് തങ്കുച്ചേച്ചിനെ പോലെ തോന്നി. ഓ മൈ ഗോഡ്, അപ്പൊ ഈ കീച്ചെയിൻ തങ്കുച്ചേച്ചിനെ പോലെ തോന്നിയിരുന്നു കമന്റ് ചെയ്യാട്ടോ. നോക്കി. ഓക്കെ, പൗച്ചാണ്, അത് മസ്റ്റ് ട്രൈ ആണ്. ഈ ബാഗ് എന്താ റേറ്റ് വരുന്നേടാ? 1852. അത് പീൽ ഓഫ് ചെയ്യും കാരണം നല്ല ക്വാളിറ്റിയാണ്. കാണുമ്പോൾ കുഞ്ഞിതാണ് തോന്നുമെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പർപ്പിൾ ടു പർപ്പിൾ. ഓക്കെ, ഇനി എന്താ മോളെ? ഓക്കെ, ക്രയോൺസ്. വാ, എന്തായാലും ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ ക്രയോൺസ് ലാസ്റ്റ് അടിയിൽ വെക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അമ്പർല വെച്ചു. ഞാൻ വിചാരിക്കുന്നു സൈഡിൽ വെക്കേണ്ടത് ഊരിപ്പോയാലോ? ഒന്നും സംഭവിക്കില്ല. നീ എന്താ ജമ്പ് ചെയ്ത് പോവാണോ? ഓക്കെ, അതിന്റെ ഇൻസൈഡ് പോർഷൻ വെക്കാം. ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് സ്പ്രെഡ് ആക്കി കണ്ടോ? സ്പ്രെഡ് ആക്കുമ്പോഴാണ് ഈ ബാഗിന്റെ വലുപ്പം അറിയുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. ഡാഡിക്ക് ഇത്തിരി സ്പേഷ്യസ് കുറഞ്ഞോന്ന് ഇതാക്കിയിട്ട് ഞങ്ങൾ ചെറുതായ ഒരു ചീത്തയൊക്കെ പറഞ്ഞു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നല്ല വലുതാണ്. കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് സ്കൂൾ ബുക്സ് എടുക്കാൻ പോവാണ്. എല്ലാ ബുക്സും കൊണ്ടുപോകാൻ പറഞ്ഞു. കോപ്പി ബുക്ക് എല്ലാം കൊണ്ടുപോകും. കമ്പ്യൂട്ടർ മോറിലും കൊണ്ടുപോകരുത്. കോപ്പി ബുക്സും കേഴ്സീവ്സും ഒക്കെ എടുത്തോളൂ. അതെല്ലാം വേണം. ഓക്കെ, മലയാളം ഫസ്റ്റ്. ടീക്കുട്ടി ദേ പോയ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് എല്ലാം എടുത്തു വന്ന നല്ല മഴയാട്ടോ. അതുകൊണ്ട് ക്ലാരിറ്റി ഇത്തിരി കുറയുമേ. ജിയോഗ്രഫി, അയ്യോ ഭയങ്കര സൗണ്ടിൻ്റെ ക്ലാസ് ടെസ്റ്റ് പാഡ് വേണം. അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൻ്റെ റൂമിൻ്റെ വാതിലൊന്ന് അടച്ചു തരാം. നല്ല മഴ. പൊളിറ്റിക്സ്, ഈ 2 നമുക്ക് ബൈൻഡ് ചെയ്യാം. നമുക്ക് ബൈൻഡിങ് പേപ്പർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ബൈൻഡിങ് പേപ്പർ ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. എന്താ?
ബൈൻഡിങ് പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, സ്കൂളിൽ നിന്ന് തന്നെ നോട്ട്ബുക്സ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊന്നും നടക്കില്ല ഗൈസ്. നെയിം സ്ലിപ്പും സ്കൂളിൽ നിന്ന് തന്നെ ആയിരിക്കും, പുറത്ത് നമുക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് തികഞ്ഞില്ല, ഇനി സ്കൂൾ തുറന്നിട്ട് വേണം ചെയ്യാൻ. എന്താ വെറൈറ്റി ആക്കണ ടിയ? സ്റ്റിക്കർ ഒട്ടിക്കുവാണോ? ബലൂൺ സ്റ്റിക്കേഴ്സ്. അത് ഇത് നമ്മുടെ എജുമാട്ടിനല്ലേ? ഇങ്ങനെ ഓക്കെ, പീൽ ഓഫ് ചെയ്തു. ഇത് ടീ കുട്ടിക്ക് എല്ലാ ആഴ്ചയും എക്സാം ആണ് കേട്ടോ. ഇനി ജൂൺ തൊട്ടിട്ട് മൊത്തം എക്സാമാണ്. ജൂണിൽ എത്ര ലീവ് ഉണ്ട് എന്ന് വല്ലതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂല്ലേ ടിയ? ഗൈസ്, ജൂണിൽ എത്ര ലീവ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ റെഡി. ഓക്കെ, അതിനിപ്പോൾ അത് പിന്നെ ചെയ്യാം. നീ ആദ്യം ഇതിനുള്ളിൽ എടുത്ത് വെക്കും. ഓക്കെ, എല്ലാം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റെഡിയാണോ? ടിയ സൗണ്ടിൽ പറഞ്ഞു, കേൾക്കത്തില്ല. അയ്യോ കേടിപ്പാറു. ഓക്കെ, മഴയാണ് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വെച്ചോടാ. ടെക്സ്റ്റ് മാത്രം ആദ്യം വെക്കൂ. അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്സ് ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ലാസ്റ്റ് വെച്ചു. അത് ബൈൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇനി സ്കൂളിൽ നിന്ന് അത് കിട്ടിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. അവിടെ ഒരു ചെറിയ ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത് കൊണ്ടുപോകുന്നത് പകുതി ബുക്കും സ്കൂളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം, കോപ്പി ബുക്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ബുക്സ്. സാധാരണ ഇത്രയും ബുക്സ് വരില്ല. നോട്ട് ബുക്സ് മാത്രം സെക്ഷൻ, അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ. നോക്കട്ടെ. അയ്യോ, റഫ് ബുക്കൊക്കെ ഇങ്ങനെയാണ് ഗൈസ് ആക്കി വെച്ചിരിക്കുന്നത്. എല്ലാം എടുത്തു വെച്ചോട്ടോ. എല്ലാം എടുത്തോ, എല്ലാം എടുക്കണം. കോപ്പി ബുക്സ്. ഇനിയിപ്പോൾ പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഇല്ല. നിങ്ങളുടെ സ്കൂളിൽ എത്രാം ക്ലാസ് തൊട്ടിട്ടാണ് പെന്നുകൊണ്ട് എന്താ പറയുക എഴുതാൻ പറ്റുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ നോട്ട്ബുക്സ് ഒക്കെ ഇത്രയും ഇത്രയും നോട്ട്ബുക്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പലതും അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. ചിലപ്പോൾ എല്ലാ പാരൻസും ചോദിക്കും എന്തിനാ ഇത്രയും ബുക്സ് എന്ന്. ഇത് ഫസ്റ്റ് ഡേ തന്നെ അവിടെ വെച്ചിട്ട് വരാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് ഇത്രയും ബുക്സ് ഇല്ല. ഓക്കെ, റെഡിയാടാ? ഫസ്റ്റ് ഡേ അത്യാവശ്യം നല്ല മുടി, നല്ല ഒരു ഇതുണ്ടാവും. ഓക്കെ, ഇതാണ് മാക്സിമം ബുക്ക് അല്ലേ ടിയ? ബാഗ് പാകമല്ലേ? സൂപ്പർ അല്ലേ? ഡാഡിക്കായിരുന്നു പ്രശ്നം. ഓക്കെ, ഒന്ന് എടുത്തേടാ, വെയിറ്റ് ഒന്ന് എടുത്തേ, ബാഗ് ഒന്ന് എടുത്തേ നോക്കട്ടെ. കുറച്ച് ബാക്കി പോയി. അവിടെ പോയി എന്നല്ലേ കാണുന്നു. എത്ര വെയിറ്റ് ഉണ്ട്? നല്ല വെയിറ്റ്. അത് ഊരിക്കും. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്യണോ? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യണം. അത് ചെയ്യാൻ പറയാം. പറ്റിയില്ലെങ്കിൽ ഡാഡിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഡാഡിയാണ് ഇതിൽ എക്സ്പേർട്ട്. ഫ്ലോട്ടിംഗ് ആയിട്ടാണോ? ഓക്കെ, ഫൈൻ. നോക്കട്ടെടാ, ബാഗ് ശരിയായോ? ഓക്കെ, ബാക്ക് തിരിഞ്ഞ് നോക്കട്ടെ. കനമുണ്ടോ? ഓ, അങ്ങനെ ഇടാനാണ് അല്ലേ? ഓക്കെ ഓക്കെ, നോക്കട്ടെ. ബാഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 10-30 കിലോ ഉണ്ടോയെന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ ടിയ, നമ്മുടെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ടീ കുട്ടി അങ്ങനെ നമുക്ക് സ്കൂളിൽ പോകാൻ റെഡി ആവാലടാ. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ.